Hi friends, once again welcome to T Blogs meeting Vargis from Mavelikira. ഓക്കെ, ഇന്നത്തെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, നിങ്ങൾ തമിഴിൽ കണ്ടതുപോലെ തന്നെ ലോക പോലീസ് ചമയുന്നല്ല, ഓൾറെഡി അങ്ങനെ തന്നെയാണ് അന്ന് അവർ കരുതിയേക്കുന്നത്. അമേരിക്കക്ക് ഈ അടുത്തയായിട്ട് ഇന്ത്യയുടെ ഒരു നയതന്ത്രപരമായിട്ടും ബാക്കിയുള്ള രീതിയിലും എല്ലാം കൊണ്ടും എന്തോ ഒരു ചൊറിച്ചിലുണ്ട്. പച്ചമലയാളത്തിൽ പറയുവാണെങ്കിൽ അത് തന്നെ. പല കാര്യങ്ങളും അവർ ഇന്ത്യയെ വെട്ടിച്ചുരുക്കുന്നു, അല്ലെങ്കിൽ പല കാര്യങ്ങളും ഇന്ത്യക്കെതിരായിട്ട് സംസാരിക്കുന്നു. നമുക്ക് ഈ അടുത്തിടെ അറിയാവുന്നതാണ്, നമ്മുടെ ഇന്ത്യയുടെ ശത്രു രാജ്യം എന്ന് കരുതുന്ന എല്ലാ കൺട്രീസുമായിട്ട് അവർ പറ്റിയിട്ട് കയ്യൊപ്പ് വെക്കുന്നുണ്ട്. ഈവൻ പാകിസ്ഥാനുമായിട്ട് ഈ അടുത്തിടെ ഒരു എണ്ണ ശേഖരത്തിൻ്റെ ഈ അടുത്തിടെ കിട്ടിയ റിപ്പോർട്ടാണ്. എത്രത്തോളം ജെനുവിൻ ഉണ്ടെന്ന് അറിയത്തില്ല. ഈ അടുത്തിടെ കിട്ടിയ റിപ്പോർട്ട് പ്രകാരം ഒരു പാകിസ്ഥാനിലേക്ക് അവരൊരു ചെറിയൊരു എണ്ണ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അവരൊരു കയ്യൊപ്പ് വെച്ചേക്കുന്നു. ഇതിലിരിക്കുന്ന സൈഡ് എഫക്റ്റ് എന്താന്ന് പറഞ്ഞാൽ നമ്മളെ എത്രത്തോളം ഇല്ലാതാക്കാൻ ശ്രമിക്കുക, അതിൻ്റെ വേറൊരു രീതിയാണ്. ഇപ്പം എൻ്റെ പല സുഹൃത്തുക്കളും പല സുഹൃത്തുക്കളും നല്ല കുറച്ച് അറിയാവുന്ന സുഹൃത്തുക്കളുണ്ട്, പിന്നെ അല്ലാതെ ഉള്ളവരൊക്കെ ഉണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ അമേരിക്കയിലെന്ന് പറഞ്ഞാൽ നല്ല രീതി റാസിസം ഇപ്പം പലർക്കും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം പലരും നല്ല രീതി പറയുന്നില്ലെന്നും മാത്രം. ഈ ഇന്ത്യക്കാരെന്ന് പറയുവാണെങ്കിൽ അവർക്കൊരു എന്താ പറയുക, നമ്മളിവിടെ ബംഗാളികളെ കാണുന്നതിനെക്കാട്ടിലും മൂന്നോ നാലോ സിറ്റിസണായിട്ട് നല്ല കിടപ്പ് അവരെന്നായിട്ട് അവരെ ഇവിടെ കണക്കാക്കുന്നുള്ളൂ. അതെന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല, എന്തുകൊണ്ടാണെന്നല്ല. ഇപ്പം കൂടുതലൊന്നും വേണ്ട, ഹോളിവുഡ് ഫിലിംസിൽ തന്നെ നോക്കിയാൽ മതി. ഒരു ഇന്ത്യക്കാരെന്ന് പറയുകയാണെങ്കിൽ അവിടെ ഒരു കാലത്ത് വേറൊരു രീതിയിലാണ് അവർ കണക്കാക്കുന്നത്. അത് ഓരോ തരത്തിലായിക്കോട്ടെ, ഓരോ പ്രസിഡന്റുമാർ മാറി മാറി വരുവാണെങ്കിൽ. പിന്നെ ഒന്നാമത്തെ കാര്യം, അതിപ്രധാനമായിട്ട് ഉള്ള കാര്യം, ഇന്ത്യയുടെ നമ്മളെപ്പോഴും മമത കാണിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ ഏറ്റവും അടുത്ത ഫ്രണ്ട് എന്ന് പറയുന്നത് റഷ്യയാണ്. റഷ്യ ആയതുകൊണ്ട് തന്നെ ഈ റഷ്യയുടെ തന്നെ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും അറിയാവുന്നതാണ്, റഷ്യയുടെ ഏറ്റവും ശത്രു എന്ന് പറയുന്നത് അമേരിക്കയാണ്. അമേരിക്കയുടെ ശത്രു എന്ന് പറയുന്നത് റഷ്യയാണ്. രണ്ടും രണ്ട് ചേരി ആണ്. നമുക്കൊരു ചേരിചേരാ നയം നമ്മൾ രൂപീകരിച്ചിട്ടുണ്ടെങ്കിലും പക്ഷെ നമുക്ക് മമത ഉള്ളത്, നമ്മളോട് മമത കാണിച്ചതും റഷ്യക്കാരാണ്. ഇതാണ് ഒന്നാമത്തെ കാര്യം. ഇപ്പം ഈ അടുത്തിടെ ഒഫീഷ്യലായിട്ട് തന്നെ പബ്ലിക്കായിട്ട് തന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, അതായത് പ്രസിഡന്റ് തന്നെ പറഞ്ഞിരിക്കുന്നു, അമേരിക്കൻ പ്രസിഡന്റ് തന്നെ പറഞ്ഞിരിക്കുന്നു, ഗൂഗിളിൽ നിന്ന് ഇന്ത്യക്കാരെ പിരിച്ചുവിടണം. അതുപോലുള്ള അതിന് മുന്നേ ആപ്പിളിൽ നിന്നുള്ള ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആപ്പിളിൽ നിന്ന് പിരിച്ചുവിടണം, അല്ലെങ്കിൽ ഈ ഇറക്കുമതി തീരുവ അതുപോലത്തുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഫൈനും കാര്യങ്ങളും ഒക്കെ വരും. പിന്നെ ഇന്ത്യയോട് ഈ അടുത്തിടെ ഇറങ്ങിയ വാർ ഓപ്പറേഷൻ സിന്ദൂർ, അദ്ദേഹം ഒന്നും രണ്ടും ഇപ്പം ഒരു ന്യൂസ് ഇറങ്ങിയിരിക്കുന്നു. അതിപ്രകാരം കണക്കാക്കുകയാണെങ്കിൽ 4ാമത്തെ തവണ എങ്ങാണ്ടാണ് ഇന്ത്യ ഒരു നേരിട്ടുള്ള ഇടപെടൽ മൂലമാണ് വാർ ഒഴിവാക്കിയത്. നമ്മളാണ് എല്ലാത്തിനും മുന്നിൽ ചുക്കാൻ പിടിച്ചതെന്നുള്ളത്. അതിലൂടെ അവർ കണക്കാക്കുന്നതെന്ന് പറഞ്ഞാൽ, സത്യം പറഞ്ഞാൽ ഇന്ത്യ ഒരു ബലമില്ലാത്ത രാജ്യം എന്ന് വേണമെങ്കിൽ പറയാം. ആ രീതിയിലാണ് അവർ കണക്കാക്കുന്നത്. അവിടെ നിന്നല്ല ഇപ്പോഴത്തെ പ്രസിഡന്റ്. പിന്നെ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, അവിടുത്തെ പല മലയാളീസിൽ നിന്നും എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ റൈസിസം ഇച്ചിരി കൂടുതലാണ്. ഈ പണ്ടത്തെ അപേക്ഷിച്ച് അവിടുത്തെ റൈസിസം ഇച്ചിരി കൂടുതലാണ്. അപ്പം ഇനിയിപ്പം വരാൻ പോകുന്ന കാര്യങ്ങൾ, ഇനിയിപ്പം അവിടുത്തെ പ്രസിഡന്റ് എന്തൊക്കെയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം എന്തൊക്കെ ഇപ്പം അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ പാകിസ്ഥാനിൽ ഇപ്പം എണ്ണയുടെ കാര്യം ഞാൻ പറഞ്ഞു, എണ്ണയ്ക്ക് സ്രോതസ് കൊടുക്കാനുള്ളതിനെക്കാട്ടിലും കൂടുതൽ നമുക്ക് പറ്റുമെങ്കിൽ ഇന്ത്യക്ക് കൊടുക്കാൻ പറ്റും. കാരണം ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ ഇപ്പം എണ്ണയുടെ കുറച്ച് സ്രോതസ്സുകളൊക്കെ കണ്ടെത്തിയെന്ന് പറഞ്ഞു. പക്ഷെ അവരത് ചെയ്യുന്നില്ല. അവരത് ചെയ്യാത്തതിൻ്റെ കാര്യം വേറൊന്നും തന്നെ, കാരണം ഇന്ത്യ അത്ര പെട്ടെന്നൊന്നും വളർന്നു ഉദിക്കില്ല എന്നുള്ള ഒരു കൺസെപ്റ്റ് രീതിയായിരിക്കാം. ഓക്കെ, അപ്പം അതുകൂടാതെ നമ്മൾ
പല കാര്യങ്ങളും നമ്മുടെ പുറകിലോട്ട് പോവുകയാണെങ്കിൽ പല വാർസിൻ്റെയൊക്കെ ഇതിലും നമ്മൾ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തത് അത് അമേരിക്കയാണ് എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. ആ സംഭവങ്ങളിലൊക്കെ നമ്മളെ രക്ഷപ്പെടുത്താൻ വന്നത് നമ്മുടെ റഷ്യയാണ്. അപ്പം റഷ്യയും ഇതുമായതുകൊണ്ടായിരിക്കാമെന്ന് പറയാൻ പറ്റത്തില്ല. അത് തന്നെ മെയിൻ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ചേരികൾ തമ്മിലുള്ള യുദ്ധം, അതിൻ്റെ ഇടയ്ക്കുള്ള പെട്ടുപോയേക്കുന്ന കൊച്ചു കൊച്ചു രാജ്യങ്ങളുണ്ടല്ലോ. അല്ല, നമ്മുടെ കുഞ്ഞു രാജ്യം എന്ന് പറയാൻ പറ്റത്തില്ല. നമ്മുടെ രാജ്യത്തിനോടുള്ള എന്തോ ഒരു കണ്ണുകടി എന്നും പറയാൻ പറ്റില്ല. അത് ഇന്നത്തെ പ്രസിഡന്റിലോട്ട് ഡൊണാൾഡ് ട്രംപിന് അദ്ദേഹം ഒരിക്കലും അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് നെഗറ്റീവ് ക്യാമ്പയിൻസ് അദ്ദേഹത്തിൻ്റെ രാജ്യത്ത് തന്നെ നടക്കുന്നുണ്ട്. നെഗറ്റീവ് ക്യാമ്പയിൻസ് ഇഷ്ടം പോലെ നെഗറ്റീവ് ക്യാമ്പയിൻസ് ഒരുപാട് സ്ട്രൈക്കിങ് കാര്യങ്ങളും ഒക്കെ നടക്കുന്നതായിട്ട് റിപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. ഇപ്പം അദ്ദേഹം പലതുമായിട്ട് ഉടക്കിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ടെസ്ലയുടെ ഓർഡറുമായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉടക്കിയിട്ടിരിക്കുകയാണ്. പല പ്ലാന്റുകളും അമേരിക്കയുടെ പല പ്ലാന്റുകളും ഇന്ത്യയിലോട്ട് വരുന്നതിന് അദ്ദേഹം നല്ല രീതിയിൽ തന്നെ എതിർക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ പോയ ഇന്ത്യയുടെ ഭാവി അവതാളത്തിലാവുന്നൊന്നും പറയുന്നില്ല. നമുക്ക് വേറെ ഒരുപാട് കൺട്രീസുകളൊക്കെ ഉണ്ട്. പക്ഷെ ഇങ്ങനൊരു സംഭവം ഉണ്ടായി എന്ന് അല്ലെങ്കിൽ ഞാൻ പറയാതെ തന്നെ നിങ്ങൾ പലരും അറിഞ്ഞിട്ടുണ്ടായിരിക്കാം. പക്ഷെ ജസ്റ്റ് ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ട് ചെയ്തു. അപ്പോൾ ഓക്കെ, ഈസ് മീ ടിൻഡു വർഗീസ് ഫ്രം ടി ബ്ലോഗ് സൈനിങ് ഔട്ട്. ഓക്കെ.